സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങി ഇറ്റലി തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെ ലാറ്റിൻ സാമ്രാജ്യത്തിന്റെ ശക്തികൾ അത്തരം വികാരങ്ങൾ ആളിക്കത്തിച്ച് വർദ്ധയിക്കവും ദേശാഭിമാന പ്രചോദിതമായ ജനകീയ ഐക്യവും ഉണ്ടാകാതിരിക്കാൻ ലാറ്റിൻ അമേരിക്കയിൽ നന്നായി ശ്രമിച്ചിരുന്നത് ആഫ്രിക്കയിൽ എല്ലാം കഴിയുമായിരുന്നു. ആഫ്രിക്കയിൽ ബ്രിട്ടൻ, ഫ്രാൻസും നെതർലാൻഡ്സും പോർച്ചുഗൽ, സ്പെയിനും ഇറ്റലിയുമൊക്കെ അതിന്റെ ഏറ്റവും കൂടുതൽ രണ്ടാം യുദ്ധത്തിന്റെ ആരംഭം തന്നെ അത്യപൂർവമായ ലോകധാതു നിക്ഷേപങ്ങൾ. അതാണ് ആഫ്രിക്ക, അതാണ് ലാറ്റിൻ അമേരിക്ക. ഏറ്റവും കൂടുതൽ ചെമ്പ് അതുപോലുള്ള നിക്ഷേപമാണ് ലാറ്റിൻ അമേരിക്ക. ഏഷ്യയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്ത് അനുഗ്രഹീതമാണ്. ഇരുമ്പയി നിക്ഷേപത്താൽ അനുഗ്രഹീതമാണ്. റഷ്യ എന്ന് പറയുമ്പോൾ ഒരേ സമയം യൂറോപ്പാണ്, അതേസമയം ഏഷ്യയാണ്. വളരെ വിശദമായ ഒരു പ്രദേശം റഷ്യയുടെ സൈനിക പ്രദേശം. അതിന് ചുറ്റുപാടുള്ള കടലെല്ലാം ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള പ്രദേശമായി തിരിച്ചറിഞ്ഞത്. ഇപ്പോ നിയമം ഉച്ചയ്ക്ക് റഷ്യൻ പ്രധാനമന്ത്രി റഷ്യൻ പറഞ്ഞ ഉച്ചയ്ക്ക് സൈനികയിലുള്ള ഊടുവഴികള് ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ സോപ്പ് കൊടുക്കുന്നുണ്ട്. സൈനികമായി പാസിഫിക് ഏഷ്യ പാസിഫിക്, സൈനികമായി ഏഷ്യ പാസിഫിക് വലിയ പൈപ്പിലെ അതിന്റെ റഷ്യൻ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇതിനെയാണ് അദ്ദേഹം സ്വിച്ച് ഓൺ കർമ്മം ചെയ്തത്. ചുരുങ്ങിയ കാലത്തുള്ളിൽ ചൈനയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. 30 ദശലക്ഷം ടണ്ണ് ക്രൂഡോയിൽ ചൈനയ്ക്ക് എത്തിച്ചു കൊടുക്കുവാൻ തക്ക വിധം ആണ് അവിടെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. ഉച്ചി പറഞ്ഞു ഇപ്പൊ റഷ്യയിൽ നിന്ന് വളരെ വിപുലമായ രീതിയിൽ പഴയ സോവിയറ്റിന്റെ പ്രദേശമായ ബയോറസ്, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രമല്ല ഫ്രാൻസ്, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ അവിടേക്കെല്ലാം പ്രകൃതിഭാഗവും എണ്ണയും പോകുന്നതിനുള്ള പൈപ്പ് ലൈൻ ഞാൻ വിട്ട് അത് പ്രവർത്തിക്കുന്നു. ആ യൂറോപ്യൻ പൈപ്പ് ലൈനുമായി ആരോഗ്യകരമായി മത്സരിക്കുന്ന വിധം ഏഷ്യയിലേക്ക് ഈ ക്രൂഡ് ഓയിൽ എത്തിച്ചു കൊടുക്കുന്നതിന്റെ സംവിധാനം. എന്നാൽ എണ്ണയുടെ വില കൈമാറ്റം കുറയ്ക്കാൻ കഴിയും, എണ്ണയുടെ ചെലവ് കുറയ്ക്കാൻ കഴിയും. ഇതിൽ റഷ്യൻ കേന്ദ്രത്തിലുള്ള സഹകരണം വളരെ വളരെ മാനദണ്ഡമായി പ്രദർശിപ്പിക്കുന്നു. റഷ്യൻ കേന്ദ്രത്തിലുള്ള ഈ സഹകരണം എന്തുകൊണ്ട് ഇന്ത്യയെ കൂടി ചേർന്നുകൊണ്ട് ഡൽഹിയുടെ കാലത്ത് വെറും നല്ല സ്വപ്നം റഷ്യ അധികം ചൈന അധികം ഇന്ത്യ അത് മൂന്നുകൂടെ ചേർന്നാൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ സുവർണകാലം എന്നാണ്. ലോക സമ്പദ് വ്യവസ്ഥയുടെ സുവർണകാലം ശരിക്കും പറഞ്ഞു രാഷ്ട്രീയ മാറ്റങ്ങളും ഇതിനോട് ഒത്തുതടങ്ങിപ്പോൾ ആദ്യത്തെ കുറവായ റഷ്യ അവിടുത്തെ തൊഴിലാളികൾ ഫിലിപ്പീൻസ്, രണ്ടാമത്തെ കുറവായ ചൈന അവിടുത്തെ തൊഴിലാളികളും കൃഷിക്കാരും ചേർന്ന് നമ്മൾ പൂർത്തിയാക്കി. മൂന്നാം ഉത്തേജിക്കപ്പെടുന്ന
ഇന്ത്യ ഇന്ത്യൻ തൊഴിലാളികൾ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്തരമൊരു പരിണാമ രീതിക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ ലോകത്തിനൊരു സുവർണ്ണകാലം ആ വിശ്വാസം പുറപ്പെടുന്ന വഴിയിലൂടെയാണ് ലോക തൊഴിലാളികളുടെ സ്വത്തായി തീർന്ന റഷ്യ താൽക്കാലികമായി നഷ്ടപ്പെട്ടു. താൽക്കാലികമായി അനുഗ്രഹിക്ക് പോലെയാണ്. കാരണം ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷമാണ് ബുഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അമേരിക്കയുടെയും പടിഞ്ഞാറൻ യൂറോപ്പിലെ സാമ്രാജ്യ ശക്തികളുടെയും നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. റഷ്യയെയും ചൈനയെയും ശത്രു ചെയ്യുന്നതിനാക്കി അയച്ചു നിർത്തി തമ്മിൽ വിളിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ചൈനയിലെ റഷ്യയുടെ നേതൃത്വം ഫലപ്രദമായി പരാജയപ്പെടുത്തുകയും സൗഹൃദത്തിന്റെ പുതിയ സമ്മേളനത്തിന്റെ നിലയിൽ ഉയർത്തുകയും ചെയ്തു. പഴയതുപോലെ ലോകാത്ഭുതത്തിൽ നിലനിർത്തുന്നതിന് സാമ്രാജ്യ ശക്തികൾക്ക് ഉണ്ടായിരുന്ന കഴിവും നേതൃത്വവും അവർക്ക് ഇനി ഇല്ലെന്നുള്ളതും ഇനിമേ തിരിച്ചറിഞ്ഞത് ലോക തൊഴിലാളികളുടെ സമ്പദ് വ്യവസ്ഥയെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നവർക്ക് കാണാൻ കഴിയും. അമേരിക്കയോ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ പഴയ മേധാവിത്വം തൽഫലമായി ഏകധ്രുവ ലോകം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ മുഴുവൻ ബോധത്തോട് കൊണ്ടുപോവുകയാണ്. അമേരിക്കയ്ക്ക് പല ശക്തിയുടെ കുറഞ്ഞുകൊണ്ട് വരുന്നു എന്നുള്ള തോന്നൽ ബോധ്യപ്പെട്ടവർ കൂടുതൽ കൂട്ടുകാരെല്ലാം ബന്ധപ്പെട്ട് അയലാറുണ്ട്. ആ വാക്കിൽ നിന്ന് പലരും അവരുടെ കാര്യം അവർ നോക്കുന്ന നല്ലതെന്ന് ചിന്തയിൽ ആ കൂട്ടുകളിൽ ബന്ധപ്പെട്ട് മാറി രഹസ്യമായി വളരെ അപൂർവമായി പരസ്യമായി പലപ്പോഴും അതിനെ രഹസ്യമായി എമർജിയുടെ ശക്തി സൗകര്യം ചൈനയുടെയും റഷ്യയുടെയും മേഖലയിൽ അവരുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് എല്ലാവരും നഷ്ടപ്പെട്ടു പോയാൽ ഓരോ സ്ഥലത്തിന്റെയും ശാക്തിക സമവാക്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യയെ ചൈനയുടെ ഭാഗത്തേക്ക് വരുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കൂട്ടുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയെ അങ്ങനെ തന്നെ പ്രലോഭിക്കാനും ശരി അല്പം കൈകൂടി കൊടുക്കാനും ശരി വശത്താക്കുന്നതാണ് ബുദ്ധി എന്ന് അമേരിക്ക കരുതുകയും അമേരിക്കയുടെ കൂടെ ഇത്രയും കാലം അമേരിക്കയുടെ വളർത്തിക്കൊണ്ട് വന്ന കൂടുതൽ കമ്പനികൾ ഇരിപ്പിടമായിരുന്നു ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ആയിരുന്നു പാകിസ്ഥാനെങ്കിലും പാകിസ്ഥാൻ ഞങ്ങളുടെ സന്ദേശിക്കാമെന്ന് പറയുന്ന സാധ്യതയിൽ പോലും ഇന്ത്യയെ കൂടുതൽ തങ്ങളുടെ പക്ഷത്താക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. ഇത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ട്, ജനത മനസ്സിലാക്കുന്നുണ്ട്. അവർ ജനത ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു. പാകിസ്ഥാനെ